40% വരുന്ന ഹിന്ദുക്കളുടെ ഇടയിൽ നിന്ന് വരുന്ന ഇടത് വലത് നേതാക്കൾ കുറിയിടാൻ ഭയക്കുന്നുവെങ്കിൽ 20% താഴെയുള്ള ക്രിസ്ത്യാനി ഒന്ന് ഉറപ്പിച്ചുകൊള്ളൂ. പൂഞ്ഞാർ പള്ളി ആക്രമണം അവസാനത്തെ സംഭവവുമല്ല. നാളെ നിങ്ങളുടെ കൊന്തയിടാൻ ഭയക്കുന്ന കാലം വിദൂരവുമല്ല. ജോസഫ് മാഷിൻ്റെ കൈ വെട്ടിയപ്പോഴും, രൂപത ആക്രമിച്ചപ്പോഴും, പൂഞ്ഞാർ പള്ളി ആക്രമിച്ചപ്പോഴും, കോൺവെന്റ് സ്കൂളുകൾ ആക്രമിച്ചപ്പോഴും മൗനമായിരുന്ന ഇടത് വലത് പാർട്ടികൾ നാളെ നിങ്ങൾക്കൊരു പ്രശ്നമുണ്ടാകുമ്പോൾ കൂടെ നിൽക്കുമെന്ന് നിങ്ങൾ വിശ്വസിക്കുമോ? അങ്ങനെ വിശ്വസിക്കുന്നവരോട് ഒരു ചോദ്യം. അമൽ ജ്യോതി കോളേജിൽ ഒരു വിദ്യാർത്ഥിനി ആത്മഹത്യ ചെയ്തപ്പോൾ അക്രമം അഴിച്ചുവിട്ട പാർട്ടികൾ, കോളേജ് വാർഡനെ ആക്രമിച്ച് അപവാദം പറഞ്ഞ പാർട്ടികൾ, വെറ്റിനറി കോളേജിൽ ജനക്കൂട്ട വിചാരണ നടത്തി പട്ടിണിക്കിട്ട് 3 ദിവസം മർദ്ദിച്ച് ഒരു വിദ്യാർത്ഥിനിയെ കൊന്നിട്ട് ഒരുത്തനെങ്കിലും അനങ്ങിയോ? എന്തേ അനങ്ങിയില്ല എന്ന് ചോദിക്കുന്നത് വർഗീയതയാണെങ്കിൽ, നിങ്ങളുടെ മതേതരം നിങ്ങളുടെ തലമുറയെ ശവപ്പെട്ടിയുടെ നെഞ്ചത്തടിക്കുന്ന ആണി അവസാനത്തെയാണ്. ഒരു പാർട്ടിക്കും നിങ്ങളുടെ വോട്ട് അടിയറവ് വെക്കരുത്. ഓർക്കുക, ആക്രമണവും കലാപവുമല്ല, വോട്ടാണ് ജനാധിപത്യ വിശ്വാസിയുടെ ആയുധം. ക്രിസ്ത്യൻ ടൈംസ്, കോട്ടയം.